ഇത് നമുക്ക് റവയും അരിപ്പൊടിയും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മസാല ദോശ തയ്യാറാക്കിയാലോ? എങ്കിൽ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത റവയിലോട്ട് 1/2 കപ്പ് അരിപ്പൊടിയും വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വറുത്ത റവയുമാണ് എടുത്തിരിക്കുന്നത്. വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് ഇനി ഇതിലോട്ട് 1/2 കപ്പ് തൈരും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിരുന്നു കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ മസാല ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഫിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലതായിട്ട് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയും 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 2 സവാള കനം കുറച്ച് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് വാടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂണിലും കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഒത്തിരി അങ്ങ് കൂടിപ്പോരുത് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്ത് 1-1.5 മിനിറ്റോളം ഇതൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. മസാല ദോശയ്ക്ക് വേണ്ട മസാലയൊക്കെ റെഡിയായി. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ദോശയ്ക്ക് വേണ്ട മാവ് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ദോശയ്ക്ക് വേണ്ട മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. സ്റ്റവ് കത്തിച്ച് ദോശക്കല്ല് വെച്ച് കൊടുത്തു. നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ദോശയുടെ കളർ ഇതുപോലെ ഒന്ന് മാറി വരുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ നടുക്കോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കാം. നോക്കിക്കുക, ദോശയൊക്കെ നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേ രീതിയിലൊന്ന് മടക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ദോശയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.